രാഷ്ട്രീയ പ്രതികരണങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം ഈ ഡോക്ടറുടെ പരാമർശം ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് എന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ പരാമർശം, ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ആരോഗ്യമന്ത്രിക്കാണ് ഇതിൽ ചികിത്സ വേണ്ടത് എന്നാണ്. എന്നാൽ ഡോക്ടർക്കെതിരെ നടപടിയെടുത്താൽ അത് ജനങ്ങളെ വേട്ടയാടുന്നതിന് തുല്യമായിരിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണവും വന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഏറ്റെടുക്കുകയാണ് പ്രതിപക്ഷം. ചികിത്സ വേണ്ടത് ആരോഗ്യവകുപ്പിനെന്നും PR ഏജൻസികൾ വെച്ച് നടത്തുന്ന പ്രൊപ്പഗണ്ട അല്ല യഥാർത്ഥ ആരോഗ്യ കേരളമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. സർജറി ചെയ്താൽ തുന്നിക്കെട്ടാൻ നൂല് പോലും ഇല്ലാത്ത ആശുപത്രികളുണ്ടെന്നും പ്രതിപക്ഷ നേതാവ്. എൻ്റെ ഒരു സ്നേഹിതൻ സർജറി കഴിഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മരിച്ചുപോയി. സർജറി നടത്താൻ സമയത്ത് സർജറിക്കുള്ള നൂല് പുറത്തുനിന്ന് പേഷ്യൻ്റ് മേടിച്ചുകൊണ്ട് വേണ്ടി വന്നു. ഞങ്ങളൊരു പാർട്ടി പ്രവർത്തനം ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് സർജറിക്കുള്ള അത് കഴിഞ്ഞ തുന്നാനുള്ള നൂല് പുറത്തുനിന്ന് പേഷ്യൻ്റ് മേടിച്ചുകൊണ്ട് വരുന്ന സ്ഥിതിയിലേക്ക് പ്രതിപക്ഷം കുറെ ദിവസങ്ങളായി പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. ഞങ്ങളൊക്കെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് തന്നെ രംഗത്ത് വന്ന് ചർച്ച ആയിരിക്കുന്നത്. പൊതു ആരോഗ്യ സ്ഥാപനങ്ങൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇന്നുള്ളത്. മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ ഡോക്ടറെ വേട്ടയാടരുതെന്ന് രമേശ് ചെന്നിത്തല. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഇതുപോലെ ശോചനീയമായ ഒരു കാലഘട്ടം ഉണ്ടാവില്ല. മരുന്നില്ല, ഡോക്ടർമാരില്ല, ഉപകരണങ്ങളില്ല. ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന് ഡോക്ടർ ഹാരിസിനെ വേട്ടയാടാൻ വേണ്ടി ഗവൺമെന്റ് ഇറങ്ങരുത്. മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി ആരോഗ്യവകുപ്പ് ഗൗരവമായി പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. അത് ഗൗരവമായി പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നതിൽ പിന്നെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് അന്വേഷണം നടത്താമെന്ന് പറഞ്ഞൊക്കെയാണല്ലോ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മലപ്പുറം.